ഒരു തലമുറ മാറ്റമാണ് ഞാൻ കാണുന്നത്. അത് വേണം, കുറേ കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാകണം. അല്ലാതെ സ്ഥിരം കണ്ടുമടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ അത് ഒരു നല്ലൊരു ഏർപ്പാടല്ല. കെ മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തലമുറ മാറ്റം നടന്നു കോൺഗ്രസിൽ എന്നും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? KPCC പുനഃസംഘടന നടന്നു എന്നതുകൊണ്ടാണ്. തലമുറ മാറ്റമാണോ യഥാർത്ഥത്തിൽ നടന്നത്? അതൊരു തട്ടിപ്പാണ് എന്ന് തലമുറ മാറിയവരുടെ വയസ്സ് നോക്കിയാൽ നമ്മോട് പറയും. നിലവിലുള്ള KPCC ഭാരവാഹികളുടെയും പുറത്തു പോയ KPCC ഭാരവാഹികളുടെയും വയസ്സ് മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു തലമുറ മാറ്റവും നടന്നിട്ടില്ല എന്ന്. ഒരു ഇളക്കി പ്രതിഷ്ഠ എന്നതിനപ്പുറത്തേക്ക് ഒരു മാറ്റവും, ഒരു തലമുറ മാറ്റവും കോൺഗ്രസിൽ നടന്നിട്ടില്ല എന്ന്. കെ സുധാകരനാണല്ലോ നേരത്തെ പ്രസിഡന്റായി ഇരുന്ന ആൾ, ഇന്നലെ വരെ പ്രസിഡന്റായി ഇരുന്ന ആൾ കെ സുധാകരനാണ്. എത്രയാണ് കെ സുധാകരൻ്റെ വയസ്സ്? വിക്കിപീഡിയ നോക്കിയാലോ അതല്ലെങ്കിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലം നോക്കിയാലോ നമ്മോട് പറയും അദ്ദേഹത്തിൻ്റെ വയസ്സ് 76 ആണ് എന്ന്. 76 വയസ്സാണ് കെ സുധാകരന്. പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് എത്രയാണ് വയസ്സ്? വലിയ വ്യത്യാസമുണ്ടോ? തലമുറ മാറ്റമാണോ? അല്ല, 72 വയസ്സ്. 4 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമാണ് കെ സുധാകരനും സണ്ണി ജോസഫും തമ്മിലുള്ളത്. അപ്പോഴെങ്ങനെയാണ് തലമുറ മാറ്റമാകുക? രണ്ടുപേരും 70കളിൽ ജീവിക്കുന്നവരാണ്. പിന്നെ എങ്ങനെയാണ് തലമുറ മാറ്റമുണ്ടായി എന്ന് പറയുന്നത്? വെറുതെ അങ്ങ് അടിച്ചു വിട്ടുകയാണ്. അത് ഏറ്റുപിടിച്ച് നമ്മുടെ മാധ്യമങ്ങളും തലക്കെട്ട് നിരത്തുകയാണ്, കോൺഗ്രസിൽ തലമുറ മാറ്റമുണ്ടായിരിക്കുന്നു എന്ന്. ഇനിയിപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരെ കുറിച്ചാണോ അതല്ലെങ്കിൽ UDF കൺവീനർ മാറിയതിനെ കുറിച്ചാണോ? നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ UDF കൺവീനർ MM ഹസന് എത്ര വയസ്സാണ്? 77 വയസ്സാണ്. 77 വയസ്സുള്ള MM ഹസൻ. പുതുതായി വന്ന UDF കൺവീനർ അടൂർ പ്രകാശിന് വയസ്സെത്ര? 69. വലിയ വ്യത്യാസമുണ്ടോ? 6 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമാണ്. തലമുറ മാറ്റമാണോ? പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. ഒരു തലമുറ മാറ്റവുമില്ല. രണ്ടുപേരും ഏകദേശം സമകാലികർ തന്നെയാണ്. 77 വയസ്സ് MM ഹസന്, 69 വയസ്സ് അടൂർ പ്രകാശിന്, പുതിയ UDF കൺവീനർക്ക്. ഇനിയിപ്പോൾ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരിലാണോ മാറ്റം? ഷാഫി പറമ്പിലിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. നേരത്തെയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ വയസ്സെത്രയാണ്? ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ വയസ്സെത്രയാണ് എന്നുകൂടി നോക്കാം. കൊടിക്കുന്ന് സുരേഷിന് 62 വയസ്സായി. ടി സിദ്ദിഖ്, നേരത്തെയുള്ള വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന് 50 വയസ്സ്. TM പ്രതാപന് 64 വയസ്സ്. ഈ 3 പേരായിരുന്നു കെ സുധാകരൻ്റെ കാലത്ത് വർക്കിംഗ് പ്രസിഡന്റുമാരായി പ്രവർത്തിച്ചവർ. കൊടിക്കുന്ന് സുരേഷ് 62 വയസ്സ്, ടി സിദ്ദിഖ് 50 വയസ്സ്, TN പ്രതാപൻ 64 വയസ്സ്. ഇനിയിപ്പോൾ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ വയസ്സ് നോക്കാം. PC വിഷ്ണുനാഥ് 47 വയസ്സ്, ഷാഫി പറമ്പിൽ 42 വയസ്സ്, AP അനിൽകുമാർ 60 വയസ്സ്. AP അനിൽകുമാർ 60 വയസ്സ്. AP അനിൽകുമാർ 60 വയസ്സ്, കൊടിക്കുന്ന് സുരേഷ് 62 വയസ്സ്, ടി സിദ്ദിഖ് 50 വയസ്സ്, PC വിഷ്ണുനാഥ് 47 വയസ്സ്. ഇനിയിപ്പോൾ TN പ്രതാപൻ 64 വയസ്സ്, ബാക്കി ശേഷിക്കുന്ന ഷാഫി പറമ്പലിന് 42 വയസ്സ്. ഒരു ആൾക്ക് തലമുറ മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഷാഫി പറമ്പിൽ വന്നു എന്നതുകൊണ്ട് മാത്രം. ഒരാൾ വന്നപ്പോഴാണ് തലമുറ മാറ്റം എന്ന് പറയുന്നത്. അതും വലിയ വ്യത്യാസമൊന്നുമില്ല. 62, 50, 64 ഇതാണ് നേരത്തെയുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരുടെ വയസ്സ്. ഇപ്പോൾ വന്നിരിക്കുന്നത് 47, 42, 60. 50 മുതലായിരുന്നു നേരത്തെ തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ 40 മുതൽ തുടങ്ങുന്നു. 10 വയസ്സിൻ്റെ വ്യത്യാസം വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനെയാണ് വലിയ തലമുറ മാറ്റമായി വിശേഷിപ്പിച്ച് കൊണ്ടുവന്ന് കോൺഗ്രസിൽ എന്തോ നടന്നിരിക്കുന്നു, കോൺഗ്രസ് ഇതാ യുവരക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് ഇതാ പുതുശക്തി ആവാഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഹെഡ്ലൈനുകൾ എഴുതാൻ മാധ്യമങ്ങൾ തയ്യാറാകുകയും ബ്രേക്കിംഗ് ന്യൂസുകൾ വരികയും നാളത്തെ പത്രങ്ങളിൽ, തുടർ ദിവസങ്ങളിലെ പത്രങ്ങളിൽ യുവരക്തം ഏറ്റുവാങ്ങി കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുള്ള തലക്കെട്ടുകൾ കോൺഗ്രസ് പത്രങ്ങളിൽ, മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ തലക്കെട്ട് വാർത്തകൾ വരും. ചിലപ്പോൾ മുഖപ്രസംഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും ബൂസ്റ്റ് ചെയ്ത് കോൺഗ്രസിന് ഒന്ന് ജീവൻ നൽകണം,
എങ്കിൽ മാത്രമേ ഇടതുമുന്നണി സർക്കാരിനെ LDF സർക്കാരിനെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസിന് വലിയ ശക്തിയായിരിക്കുന്നു, കോൺഗ്രസ് വളർന്നിരിക്കുന്നു, കോൺഗ്രസ് യുവരക്തം കൊണ്ട് ചുവന്ന് തുടുത്തിരിക്കുന്നു എന്നൊക്കെ സർഗാത്മകമായി വാർത്തകൾ എഴുതി നിറച്ച് കോൺഗ്രസിനെ ഒന്ന് പൊലിപ്പിക്കാൻ കഴിയുമോ എന്നായിരിക്കും മാധ്യമങ്ങൾ നാളെ മുതൽ ശ്രമിക്കുക. ഏതായാലും ഒരു തലമുറ മാറ്റവും നടന്നിട്ടില്ല. ഇത് വെറും തട്ടിപ്പാണ് തലമുറ മാറ്റം എന്ന് മുൻ ഭാരവാഹികളുടെ വയസ്സും ഇപ്പോഴത്തെ ഭാരവാഹികളുടെ വയസ്സും മാത്രം എടുത്ത് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. അതാണ് ഈ വീഡിയോയിൽ ചെയ്തത്.